കണ്ണൂർ മട്ടന്നൂരിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നയാൾ മരിച്ചു. കാരപ്പേരാവൂരിലെ പൂവത്തും കണ്ടി വിജയനാണ് മരിച്ചത്. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. പുതിയടത്ത് മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഭക്ഷണം കഴിച്ചതിനെ തുടർന്നായിരുന്നു അസ്വസ്ഥതകൾ കണ്ടത്. ഭക്ഷ്യവിഷബാധയേറ്റ് 5 പേർ വിവിധ ആശുപത്രികളായി ചികിത്സയിൽ കഴിയുന്നുണ്ട്. CK വിജയനുണ്ട്. വിജയൻ, വിവരങ്ങൾ. ഇന്നലെ നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാവിലെയാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് ഈ പൂവത്തംകണ്ടി ക്ഷേത്രത്തിൽ പുതിയടത്ത് മടപ്പുര ക്ഷേത്രത്തിൽ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി നൽകിയ ഭക്ഷണത്തിലെ പച്ചടിയിൽ നിന്ന് ആണ് വിഷബാധ ഉണ്ടായത് എന്നാണ് സംശയം. ഏതാണ്ട് 300ഓളം പേർ ഭക്ഷണം കഴിച്ചിരുന്നു. അവരിൽ ഭൂരിഭാഗം പേർക്കും ഈ രീതിയിൽ ചെറിയ അസ്വസ്ഥതകളുണ്ടായി. ഛർദിയും വയറിളക്കവും അതോടൊപ്പം തന്നെ വിറയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവുകയും ഉടൻ തന്നെ വിവിധ ആശുപത്രികളിൽ എത്തിക്കുകയും ചെയ്തു. അതിൽ ഗുരുതരമായ ലക്ഷണങ്ങൾ കണ്ടെത്തിയ കുറച്ചു പേരെ കണ്ണൂർ AKG ആശുപത്രിയിൽ എത്തിച്ചു. അതിൽപ്പെട്ട ഒരാളാണ് ഈ പൂവത്താൻകണ്ടി വിജയൻ. അദ്ദേഹമാണ് മരിച്ചത്. ഇപ്പോൾ 2 പേർ കൂടി ഈ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഭക്ഷ്യവിഷബാധ ഏറ്റ് തന്നെയാണ് മരണം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അക്കാര്യങ്ങളിൽ കൂടുതൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ഇതിൽ 5 പേരൊഴികെ ബാക്കി എല്ലാവരും ആശുപത്രി വിട്ടു. ആർക്കും തന്നെ ഒരു പ്രശ്നവുമില്ല. 2 പേർ കണ്ണൂരിലും 3 പേർ മട്ടന്നൂരിലെ ആശുപത്രിയിലുമുണ്ട്. അത് മിക്കവാറും ഇന്നോ നാളെയായിട്ട് അവർ ആശുപത്രി വിടും. മറ്റുള്ളവർക്ക് ആർക്കും തന്നെ അങ്ങനെ ഗുരുതരമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രാരംഭമായി അല്ലെങ്കിൽ ആദ്യം ഈ ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ ഉണ്ടായ ചില അസ്വസ്ഥതകളാണ് ഭൂരിഭാഗം പേർക്കും ഉണ്ടായത്. ഇനി വിജയൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്നറിയാൻ വേണ്ടി പറ്റൂ. ഭക്ഷ്യവിഷബാധ തന്നെയാണോ എന്ന് അതിന് ശേഷമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അയാളുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നൽകിയത്.